ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ വീട്ടിലാണ്, അതായത് അപ്പച്ചിയുടെ വീട്ടിൽ. ഇത് അപ്പച്ചി കണ്ടിരിക്കുന്ന അച്ചാച്ചൻ്റെ രണ്ടാമത്തെ പെങ്ങൾ കേട്ടോ. ഇത് അച്ചാച്ചൻ്റെ രണ്ടാമത്തെ പെങ്ങൾ കണ്ടിരിക്കുന്ന അച്ചാച്ചൻ നാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങളുടെ മരുമോന് അമ്പിയക്കയുടെ ഭർത്താവ്, പ്രസന്ന എന്നാ പേര്. എല്ലാവരെയൊക്കെ കാണിക്കുക. അമ്പിയൊക്കെ ഇനിയും കണ്ടില്ലെന്ന് പറയരുത്. ഇത് അപ്പച്ചിയുടെ മൂത്ത മോണ്. എൻ്റെ വലിയപ്പച്ചിയുടെ രണ്ടാമത്തെ മോള് അംബിക എന്ന പേര്. പിന്നെ അമ്പിയൊക്കെ ഒന്ന് കാണാം നമുക്ക്. വേണ്ട ഇവിടെ പെരുവാസ്തോലിയായപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പിന്നെ നമുക്ക് കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ താമസിച്ചാണ് വരുന്നത്. ഇത് സജീവണ്ണ. ഇത് നമ്മുടെ KSRTC ബസ്സിലെ കൊട്ടാരക്കര പിന്നെ ഓടുന്ന ബസ്സിലെ ഡ്രൈവറാണ് നമ്മുടെ സജീവണ്ണൻ. എൻ്റെ അപ്പച്ചിയുടെ മോന്. ഞങ്ങൾ രണ്ട് അപ്പച്ചിമാരാണ്. ഞങ്ങൾക്ക് അതിൽ രണ്ട് പേർക്കും കൂടെ ഒറ്റ മോനേ ഉള്ളൂ, സജീവണ്ണൻ. ഇത് സജീവണ്ണൻ്റെ വൈഫാ, സിന്ധു എന്നാ പേര്. ഞങ്ങൾ കുട്ടാന്ന് വിളിക്കും, കുട്ടൻ. ഇവരൊക്കെ പിന്നെ ഇവരെല്ലാം നമ്മുടെ പിന്നെ അച്ചാച്ചൻ്റെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞേക്കള അച്ചാച്ചൻ്റെ പിന്നെ ചേട്ടൻ്റെ കൊച്ചുമോന്, മോടെ മോന്. ഇത് ഞങ്ങളുടെ സജീവണ്ണൻ്റെ പെങ്ങള്, കൊച്ചപ്പച്ചിയുടെ മോള് സജിത. ഇവർ താമസിക്കുന്നത് കോന്നിയില്ല. അപ്പം ഇത് സജീവണ്ണൻ്റെ മോളാണ് ഇവിടെ ഇരിക്കുന്ന സീമ. ഞങ്ങൾ സീമയെന്നാണ് വിളിക്കുന്നത്. വേറൊരു പേരും കൂടെ ഉണ്ട്. പേരെന്തുവാക്കളെ? അമൃത എന്നാ പേര്. പിന്നെ മോൻ്റെ പേര് അമൽ എന്നാ പേര്. ഞാൻ കാണിക്കാം വെളിയിലോട്ട്. ബാക്കിയുള്ളവരെയൊക്കെ എനിക്ക് ആരാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാണിക്കാം. വീടൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. പുതിയ വീട്, ഓരോ മുറികളൊക്കെ. ഇവിടെ വരുന്ന കാര്യം പറഞ്ഞിട്ടായിരുന്നു അജുവിന് വലിയ ടെൻഷനായത്. എങ്ങനെ വരും എന്നുള്ള ഒരു വിഷമമായിരുന്നു അജുവിന്. മോനച്ചിരി ഇങ്ങോട്ട് നീങ്ങിയാലോ. ഇത് ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതൽ എല്ലാവരും കൂടെ ഓടിച്ചാടി കളിക്കുമോ ചിരിക്കുമോ എല്ലാം. ഞങ്ങൾ സ്കൂളൊക്കെ അടയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊന്ന് വരിക ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് സ്കൂളൊക്കെ അടയ്ക്കുമ്പോഴത്തേന് ഇവിടെ വന്ന് ഒരു ദിവസം നിൽക്കാൻ നേരത്തെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന എൻ്റെ ഉടുപ്പൂരി അങ്ങ് വെള്ളത്തിലോട്ട് മുക്കി അങ്ങിടും. അച്ചാച്ചൻ കൊണ്ടുപോകാൻ വിളിക്കുമ്പോൾ ഞാൻ പോകത്തില്ല, ചേച്ചിയെ കൊണ്ട് അച്ചാച്ചൻ അങ്ങ് പോകും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീടിനകമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം പിന്നെ ഇന്നിവിടെ കഴിഞ്ഞിട്ട് ഇവരിതെല്ലാം വൃത്തിയാക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോഴേ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മഴയൊക്കെയാ. വേണ്ട അടുക്കള. സജീവണ്ണൻ ഇവിടെ നിൽപ്പുണ്ട്. ആ വെളിഭാഗങ്ങളൊക്കെ നമുക്കിപ്പം കാണാനൊക്കെ ഇവിടെ നല്ല രസം കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എന്ന് വെച്ചാൽ അച്ചാച്ചൻ്റെ വീടായതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ഇത്രയൊക്കെ കാണിക്കുക. ബാക്കി മേപ്പോട്ടൊക്കെ എനിക്ക് കയറി പോകാനൊന്നും വയ്യ. കണ്ടോ എല്ലാം. അജു ഇവിടെ നിൽപ്പുണ്ട് അച്ചാച്ചൻ്റെ അടുത്ത്. അയ്യോ പാച്ചാച്ച പാ അച്ചാച്ചൻ പോകാനായിട്ട് ധൃതി പിടിക്കുന്ന രാത്രി ആയതുകൊണ്ട് അച്ചാച്ചന് ഭയങ്കര പോണ്ടായോന്ന്. എല്ലാവരും ഒക്കെ കഴിക്കുമോ? ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. ഫ്രൈഡ് റൈസ് ആണെന്ന് ചോദിച്ചാൽ നെയ്ച്ചോറെന്ന് നമുക്ക് പറയാം. ഇത് പിന്നെ അച്ചാച്ചൻ്റെ മൂത്ത ചേട്ടൻ്റെ കൊച്ചുമോള്, മൂത്ത മോള കണ്ടോ? ഞങ്ങളെയൊക്കെ കണ്ടോ? ഉരുണ്ട പിള്ളേരൊക്കെ ഇരിക്കുന്ന കണ്ടോ? നമ്മളെ വീട്ടിൽ ഇതാണ്ടേ എൻ്റെ തനിപ്പകർപ്പായ അടുത്ത കൊച്ചുമോള് അച്ചാച്ചൻ്റെ കൊച്ചുമോളായത്. ഇത് അച്ചാച്ചൻ്റെ ഇവർ രണ്ട് ചേട്ടത്തി. ഇത് ചേട്ടത്തി, ഇത് അനിയത്തി. എന്ന് വെച്ചാൽ അച്ചാച്ചൻ്റെ കൊച്ചുമക്കളാണ്, ചേട്ടൻ്റെ കൊച്ചുമക്കൾ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷം. എന്താ ആരാ? അയ്യോ വില്ലെണ്ണ. ഇത് സജിത. അയ്യോ കറണ്ട് പോയി. ഇനിയിപ്പം ഒരു മിനിറ്റ് കറണ്ട് പോയെങ്കിൽ ലൈറ്റ് ഓണാക്കാൻ ഒക്കൂ. ലൈറ്റ് ഓണാക്കി അണ്ണൻ്റെ മുഖത്തോട്ട് ലൈറ്റ് അടിച്ചാലേ പറ്റുമെന്ന് തോന്നുന്നു. ഇത് രണ്ടും കൂടെ ഓണാവത്തില്ല. അപ്പോൾ അവിടെ നിൽക്കുക. ഇരുട്ടായതുകൊണ്ട് ഇല്ലണ്ണൻ്റെ മുഖം കണ്ടില്ല.
ഇതാണ്ട് ഇത് വിൻലണ്ണൻ, ഇത് നമ്മുടെ സജിതേക്കയുടെ. സജിതേക്കയെന്ന് ചോദിച്ചാൽ ആരാന്ന് ചോദിക്കും. ഇതാ സജിതേക്ക കേട്ടോ. ഇതാ കൊച്ചപ്പച്ചിയുടെ മോള്, പിന്നെ ഇത് കൊച്ചപ്പച്ചിയുടെ മരുമൻ സജിതേക്കയുടെ ഹസ്ബൻഡ്. ബിനില എന്ന പേര്. പട്ടാളത്തിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അറിയാം അറിയാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങും. കണ്ട അച്ചാച്ചനിരിക്കുന്നു. അച്ചാച്ച, അപ്പച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പച്ചി അച്ചാച്ചൻ്റെ അങ്ങോട്ട് ചെന്നാലും മതി. അപ്പച്ചിയുടെ അടുത്തോട്ടൊന്ന് പോയിരുന്നേ. ഇവിടോട്ടൊന്ന് ഇരുന്നേ അപ്പച്ചി. അച്ചാച്ചൻ്റെ അടുത്തോട്ടൊന്ന് ഇരുന്നേ. വലിയപ്പച്ചിയും കൂടി ഇല്ലാത്ത ഒരു കുറവുണ്ട്. ദാണ്ടേ മൂത്തത് വെള്ളയതും കൂടി ഇരിക്കുന്ന നമുക്കൊന്ന് കാണാം. മൂത്തത് വെള്ളയതും കൂടി ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് മൂത്തത് വെള്ളയതു എന്ന് പറയുന്നത്. കണ്ടോ? കണ്ടിരിക്കുന്നു. അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ പെങ്ങള. ഇതാണ്ട് നമ്മുടെ അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ്. പിന്നെ അപ്പച്ചിയുടെ പേര് രാജമ്മ. അപ്പച്ചിയുടെ വീടാണ് ഇത്. പിന്നെ ഇവിടെ ഞങ്ങൾ പെരുവാസ്തോലിക്ക് വന്നത് അപ്പച്ചിയുടെ മോൻ വെച്ചതാ. പിന്നെ അപ്പച്ചിയുടെ കൊച്ചുമോന് സജീവണ്ണൻ്റെ മോൻ അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയത്തില്ല. പിന്നെ മലബാർ ഗോൾഡില്ല ജോലി ചെയ്യുന്നത് ഇല്ലേക്കളെ? ആണോ? ഭീമ ജുവലറിയിലോ പിന്നെ മോൻ ജോലി ചെയ്യുന്നത്? ഭീമ ജുവലറി. അപ്പുണ്ണി അങ്ങോട്ട് പോയി. അപ്പുണ്ണിയെ നമുക്കൊന്ന് കാണാമായിരുന്നു. റോഡിൽ പോയി, അങ്ങോട്ടങ്ങ് കയറിപ്പോയി. സജീവണ്ണൻ്റെ മോനെ അച്ചാച്ചൻ ചോദിക്കുക. അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. അച്ചാച്ചന് കണ്ടാൽ മറന്നു പോവും അപ്പച്ചി, കണ്ടാൽ മറന്നു പോവും. അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ. സജീവണ്ണനെയൊക്കെ ഒത്തിരി പ്രാവശ്യം കണ്ടു. സജീവണ്ണനെ ഇനി കാണിക്കരുതെന്നാണ് സജീവണ്ണൻ പറയുന്നത്. അപ്പം എല്ലാവരെയും കണ്ടു. അപ്പം നമുക്ക് പോവാ ചാച്ചാ, പോവാം. അപ്പം ഞങ്ങളിനിയും പോവാനായിട്ട് തുടങ്ങുക. കണ്ടോ, വണ്ണമുള്ളവരെല്ലാം ഉണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ എല്ലാ വീട്ടിലും ഓരോ വണ്ണമുള്ളവരുണ്ട്. പക്ഷേ ഇപ്പം സുഭാഷിൻ്റെ പിന്നെ രാജിയുടെ വണ്ണമെല്ലാം അങ്ങ് പോയി. തീരെ വണ്ണമില്ല. രാജിക്കായിരുന്നു വണ്ണമുള്ളത് അവിടെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പുണ്ണിയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. ഇത് എൻ്റെ മൂത്ത ആങ്ങളയുടെ മോന്, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോന്, മൂത്ത ആങ്ങളയുടെ മോൻ മുരുവണ്ണൻ്റെ മോന്. ശ്രീഹരി എന്ന പേര്. നോക്കട്ടെ, മുഖം കാണിക്കും. ഇത് ശ്രീഹരി. ഇനി മോനൊരു അനിയനും കൂടെ ഉണ്ട്, അമ്പലത്തിലെ പൂജാരിയെ. വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് വരും. ഇവരെ ഇപ്പോഴിങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പം പോകണ്ടെന്നായിരുന്നു, എന്തായാലും വന്നതുകൊണ്ട് കാണാൻ പറ്റി. എനിക്ക് മോൻ്റെ പേരെന്ത് മക്കളെ? സൂരജ്. അയ്യോ മറന്നു പോയതല്ല കേട്ടോ. ഇത് സൂരജ്, ഞങ്ങളുടെ പാപ്പൻ്റെ മോന്. പിന്നെ അച്ചാച്ചൻ്റെ അനിയൻ്റെ മോന്. പിന്നെ മക്കളെ അച്ഛൻ്റെ പേരെന്തുവായിരുന്നു മോനെ? തമ്പി എന്നായിരുന്നു അച്ഛൻ്റെ പേര്. ഇപ്പോൾ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അച്ചാച്ചൻ്റെ പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളാണ് വലിയച്ഛന്മാർ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ അല്ലല്ലോ, ഞങ്ങൾ വല്ലപ്പോഴുമല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മറവികൾ വരുന്നത്, നമ്മളെപ്പോഴും ഒന്നും വരാത്തത് കൊണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ. ഇവർ രണ്ടുപേരും കൂടെ മോനും കൂടെ ആയിരുന്നു വീട്ടിൽ വന്നത്. അച്ചാച്ചന് ഭയങ്കര ഇഷ്ടം ഇവനോടായിരുന്നു. സ്വന്തം കൊച്ചുമോനെ കണ്ടപ്പോൾ അത്രയ്ക്ക് ഇഷ്ടം തോന്നിയില്ല. അവനോട് കുഞ്ഞു വഴക്കും ഉണ്ടാക്കി അച്ചാച്ചൻ. ഇല്ല മോനെ? അങ്ങനെയൊക്കെയാ അച്ചാച്ചന് ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും. അച്ചാച്ചൻ ചോദിക്കുന്ന ഇവിടെ ഒന്ന് കറങ്ങിയാൽ മതിയോന്ന്. അവരൊക്കെ ഇവിടെ ഇരുന്ന് തിന്നുക. അച്ചാച്ചൻ്റെ കൊച്ചുമക്കളുടെ പിന്നെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെയാണ്. മോടെ ഒക്കെ അവരൊക്കെ എല്ലാ ബന്ധുക്കളായിരിക്കുന്നത്. ഇനിയിപ്പം ആരെയും പ്രത്യേകിച്ച് പറയുന്നില്ല. ഞങ്ങളുടെ സ്വന്തം പ്രസന്നണ്ണൻ. ഇല്ല, ഇങ്ങനെ കാണിച്ചാൽ മതി. വീഡിയോയാ കാണണം കേട്ടോ. ഈ വീഡിയോ വരുമ്പം കാണണേ, മറക്കരുത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ നിർത്തുക. പക്ഷേ ഒരാളെയും കൂടെ കാണാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പുണ്ണിയെ കാണാനുണ്ടായിരുന്നു. അപ്പുണ്ണിയെ കണ്ടില്ല. എല്ലാം ചെയ്തോളും. അജുവിൻ്റെ കൂട്ട് തന്നെ സർവ്വ പണികളും
നിങ്ങളെല്ലാവരും പിന്നെ ഇതാരാന്ന് ഞാൻ പറയട്ടെ. ഇത് പുനലൂർ ഭീമ ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഭീമ ജ്വല്ലറി പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ട് പ്രത്യേകം ഒന്ന് കാണണം. ഡിസ്കൗണ്ടൊക്കെ അവർ ചിലപ്പോൾ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുക്കും മക്കളെ? ആണോ? ഡിസ്കൗണ്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഭീമ ജ്വല്ലറിയുടെ ഒരു പരസ്യവും കൂടായി. നിങ്ങളുടെ ഭീമ ജ്വല്ലറിയുടെ മുതലാളിയോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മോൻ, അതായത് അച്ചാച്ചൻ്റെ മോൻ മുരുകപ്രസന്നൻ. ഇതാണ് എൻ്റെ ആങ്ങള, എൻ്റെ മൂത്ത ആങ്ങള. പിന്നെ മുരുവണ്ണൻ ഒത്തിരി നേരമായി നോക്കി നിൽക്കുക. ഇപ്പം പോവാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും, ഞാൻ പറയത്തില്ല, ഞങ്ങൾക്ക് പോവാ, വണ്ടിയുണ്ട്, ഓട്ടോ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അവിടെ ആരുമില്ലെന്ന് ഞാൻ പറയത്തില്ലേ. ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളത് ഇവിടെ, പിന്നെ ബാക്കി എല്ലാവരും ഉള്ളത് അമ്മയുടെ വീടിൻ്റെ അവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ആരുമില്ല. അതാ ഞാൻ പറയുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്കാന്ന് ഞാൻ എപ്പോഴും പറയത്തില്ല. ഇങ്ങോട്ടൊക്കെ വന്നാലേ നമുക്ക് എല്ലാവരും ഉള്ളൂ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. 2 നാത്തൂമാരാണ് നിൽക്കുന്നത്. വല്യപ്പച്ചിയുടെ ഇളയ മോളും കൊച്ചപ്പച്ചിയുടെ ഇളയ മോളും. ഇത് വല്യപ്പച്ചിയുടെ ഇളയ മോള്, ഇത് കൊച്ചപ്പച്ചിയുടെ ഇളയ മോള്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.